ഇതേവരെ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. വേലപ്പൻ താഴേക്ക് പോയതാ. വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാണും. അതാ അത് കുരച്ചത്. മിസ്റ്റർ ദിവാകരന് അസുഖമെന്ന് പറയാവുന്നതൊന്നുമില്ല. എല്ലാ പരിശോധനകളും നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞു. ബിഹേവിയറുള്ള അബ്നോർമാലിറ്റി കൊല്ലങ്ങളായി നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു പ്രകൃത വിശേഷമാണ്. ആരോടും ഒരടുപ്പം തോന്നാതെ ഒരുതരം ഇൻട്രോവെറ്റായി ഏകനായി ഇത്രയും നാൾ ജീവിച്ചതിന്റെ ഫലമാണിത്. മുൻകോപവും പരുക്കൻ സ്വഭാവവും നിങ്ങൾക്ക് ജീവിതത്തിനോട് ചെറുപ്പത്തിലേ തോന്നിയ വെറുപ്പ് മൂലം ഉണ്ടായതാവണം. സ്വന്തം അമ്മയോട് നിങ്ങളുടെ മനസ്സ് ഇനിയും മാപ്പ് കൊടുത്തിട്ടില്ല. മിസ്റ്റർ ദിവാകരൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കൂ. ഒരു വിവാഹം നിങ്ങളെ സഹായിക്കുമെന്നാണ് തോന്നുന്നത്. സ്നേഹമുള്ളൊരു ഭാര്യയും ഓമന കുഞ്ഞുങ്ങളും ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും. മാധവി, നിന്റെ ജോലി തുലഞ്ഞു തന്നെ. ജോലി സമയത്ത് ഇങ്ങനെ ആടിപ്പാടി നടന്നാലേ ഏതെങ്കിലും മുതലാളി ജോലിക്ക് വെച്ചോണ്ടിരിക്കുവോ? നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടില്ല ഞാൻ പാടിയത്. എന്റെ ഈശ്വര, എന്റെ ജോലി പോവോ? ആർക്കറിയാം. നടക്കണേ. കുട്ടമ്മേശ്വരുടെ വീടല്ലേ? വിളിക്കൂ. ആ മാധവി എന്ന് പറയുന്നത് നിന്റെ മോളല്ലേ? അതെ, ഓർക്കണങ്ങന്നെ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വലിയ അങ്ങ് തോട്ടത്തിൽ വന്നപ്പോ അവള് പാട്ടും പാടി മുമ്പിൽ ചെന്ന് ചാടിയെന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാ അവള് പാടിയത്. ഇവിടെ കണ്ട കുട്ടികൾ അവിടെ താഴെയുള്ളതാണ്. അവളും കൂടി പാടുപെട്ടിട്ടാണ് ഞങ്ങൾ കഴിയണത്. ആ വിചാരം മനസ്സിലുണ്ടെങ്കിൽ ഈ കളി കളിക്കാമോ? ഈ പ്രാവശ്യത്തേക്കൊന്ന് മാപ്പ് കൊടുക്കണം. ഇനി ഒരിക്കലും. അവളെവിടെ? വിളിക്ക്. മാധവി, ഞാൻ അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാ. ആദ്യം ഒന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട. വിശ്വസിക്കാൻ അല്പം വിഷമം കാണും. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? മാധവിക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അദ്ദേഹം ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വൈകിപ്പോയി മാധവി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. മാസങ്ങളായി ഞാൻ നിന്നെ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. മാധവി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ നീ അത് മനസ്സിലാക്കിയില്ല. നിന്നോട് ഞാനത് പറഞ്ഞില്ല. തുറന്നു പറയാനുള്ള അവസരവും കാത്തു ഞാൻ കഴിഞ്ഞു. വൈകിപ്പോകുമെന്ന് വിചാരിച്ചില്ല. നിനക്ക് നല്ലൊരാലോചന വന്നിരിക്കുന്നു. എന്നെക്കാളും എന്തുകൊണ്ടും യോഗ്യനായ ഒരാൾ. നീ ഭാഗ്യവതിയാണ്. നിനക്ക് നല്ലത് വരട്ടെ. എന്നെ മറന്നേക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യവും മറന്നേക്കൂ. എനിക്ക് ഇവിടെ കഴിച്ചു കൂട്ടാനാവില്ല. ദിവാകരനൊന്നും തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. എന്നാലും വകയിലൊരു അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അവകാശവും അധികാരവും ഒക്കെ ഉണ്ടല്ലോ. അത് വെച്ച് ചോദിക്കാം. പാവപ്പെട്ട ആ പെണ്ണിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചെന്താ? ദിവാകരനോട് ആരും ചോദിക്കില്ല. ദിവാകരനൊന്നും പറയുമില്ല. പക്ഷെ എന്നോട് 4 മാന്യന്മാർ ചോദിച്ചൊന്നു വരും. അപ്പൊ ഞാനെന്ത് മറുപടി പറയും? തന്നിൽ എളിയവളെ കെട്ടാവൂ എന്ന് കാരണവന്മാർ പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. എന്റെ അച്ഛന്റെ ഗതികേട് എനിക്കുണ്ടായിക്കൂടാ.
അങ്ങനെ ആ ചടങ്ങും ഭംഗിയായിട്ട് കഴിഞ്ഞു. റൈസർ സാറിന് ഇപ്പൊ അയച്ചേക്കാം. ഒരു ഫോട്ടോ എടുത്തോ. ഡേ ബാ 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 ഒരു ഫോട്ടോ എടുക്ക. ഭാഗ്യം എന്ന് പറയുന്നത് കണ്ണും മൂക്കും ചെവിടും ഇല്ലാത്ത ഒരു സാധനം. ഏതിലെ എപ്പം എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ മരണം എന്ന് പറയും പോലെ തന്നെ. കേട്ടു പറഞ്ഞതൊക്കെ. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദിവാകരൻ ഒരാണാണെങ്കിൽ മാധവി ഒരു പെണ്ണുമാണ്. ആ യോഗ്യത മതി അവൾക്ക്. എന്താ വേണ്ടത്? എന്തെങ്കിലും. വെജിറ്റബിൾ കട്ട്ലറ്റ്സ്, ചിക്കൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. താങ്ക്സ് സർ. Enough. കൈകൊണ്ടു ഇത് വെച്ച് കഴിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഭരത്, ഭരത്, അങ്ങനെ ഒരിക്കൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കൊണ്ട് പൊന്മുടിക്കൊരു പോക്കുപോയി. നിന്നെ നോക്കാൻ കാർത്തും ഉണ്ടായിരുന്നു കൂടെ. അവിടുന്ന് തിരിച്ചു വന്നത് നിന്റെ അമ്മയുടെ ശവവുമായിട്ടാണ്. എങ്ങനെയാ അമ്മാവ എന്റെ അമ്മ മരിച്ചത്?